Hi dear students, good morning. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ മൂന്നാമത്തെ മെത്തേഡായ വോക്കൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായിന്ന് എനിക്കന്ന് ഗൂഗിൾ മീറ്റ് വഴി ഡിസ്കഷൻ വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് വോക്കൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വാമെന്നും ഷോർട്ടായിട്ട് പറയാറുണ്ട് എക്സാമിനെല്ലാം ചോദിക്കുമ്പോൾ. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, എന്നിട്ടാണ് അൽഗോരിതം മറ്റുള്ളതൊക്കെ തന്ന പോലെ തന്നെ അൽഗോരിതം പിന്നീടാണ് തരുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, വാം മെത്തേഡ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം. ഫൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് യൂസിങ് വാമെന്നോ അല്ലെങ്കിൽ വോക്കൽസ് അപ്രോക്സിമേഷൻ മെത്തേഡെന്നോ അല്ലെങ്കിൽ ഇനീഷ്യൽ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യാനോ അങ്ങനെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ടേബിളാക്കി വരയ്ക്കാം. നാല് കോളവും 3 റോയുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ് ഇത്. ഇങ്ങനൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ വാം മെത്തേഡ് ആണെങ്കിൽ ഓരോ റോയും കൺസിഡർ ചെയ്യുക, ഓരോ കോളും കൺസിഡർ ചെയ്യുക. ഓരോ റോയിലും ഏറ്റവും ചെറിയ ലീസ്റ്റായ 2 നമ്പേഴ്സ് എടുക്കുക, അവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അതാണ് ആ റോയുടെ പെനാൽറ്റി എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ റോയും എല്ലാ കോളും കാണാം. നമുക്ക് ഫസ്റ്റത്തെ റോ കൺസിഡർ ചെയ്യാം. ഈ റോ ഇതിൽ നോക്കുക, ആ റോയിൽ ഏറ്റവും ചെറുത് ഒന്ന് 7ഉം ഒന്ന് 8ഉം ആണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 8 - 7 എന്ന് പറയുന്നത് 1 എഴുതി. അതുപോലെ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 6ഉം 9ഉമാണ്. സോ ഡിഫറൻസ് ഈസ് 3. അപ്പോൾ അതിൻ്റെ പെനാൽറ്റി 3 ആണ്. അതുപോലെ അടുത്തത് 8ഉം 9ഉമാണ്. സോ 1 ആണ്. അതുപോലെ കോളത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ 8ഉം 9ഉം 1, 8ഉം 9ഉം 1, ഇവിടെ 11ഉം 12ഉം 1, 7, 6, 1. അങ്ങനെ ആണ് പെനാൽറ്റി കണ്ടുപിടിക്കുക. പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹയസ്റ്റ് പെനാൽറ്റിയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 3 ആണ്. കാരണം 3 ആണ്. ആ 3 വരുന്ന റോയോ കോളോ ഏതാണെന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യാം. ഇത് റോയാണ് ഇങ്ങോട്ട് അല്ലേ. ആ റോയിലെ ഏറ്റവും ലീസ്റ്റ് നമ്പർ എടുക്കുക 6 ആണ്. 6നാണ് നമ്മൾ അലൊക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പെനാൽറ്റി കണ്ടു കഴിഞ്ഞ് ഹയസ്റ്റ് പെനാൽറ്റി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പോലെയാണ് പോകുന്നത്. അപ്പോൾ 6ൻ്റെ നേരെ കോളവും റോയും നോക്കുക. 14, 30 ആണ്. അപ്പോൾ ലീസ്റ്റ് എന്ന് പറയുന്നത് 30 ആയതുകൊണ്ട് ഇവിടെ 30 കൺസിഡർ ചെയ്യുക. അവിടെ 40 അവിടെ 10 ആവും. അത് സാധാ മെത്തേഡ് തന്നെ. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത് വരച്ചുകൊണ്ട് ആകെ വൃത്തിയുണ്ടാവും. ശരിക്കും കാണിച്ചു തരാം. ഇതാ പറഞ്ഞ രീതിയെല്ലാം ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴത്തൊന്നും കാണുന്നില്ല പെനാൽറ്റിട്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ അത്രയും ഭാഗം ഇവിടെ ഉണ്ട്. അതായത് ഓരോ റോയും ഓരോ കോളത്തിൻ്റെയും പെനാൽറ്റി കണ്ടിട്ടുണ്ട്. അതാണ് P1. ഫസ്റ്റത്തെ പെനാൽറ്റി P1, സെക്കൻഡ് പെനാൽറ്റി P2. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ 3 എന്നുള്ള വലിയ പെനാൽറ്റി കിട്ടി. അതിൻ്റെ നേരെയുള്ള ലീസ്റ്റ് കോസ്റ്റ് 6 കിട്ടി. അതിൻ്റെ നേരെയുള്ള അലൊക്കേഷൻ 30 കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു റോ പോയി, കോളം പോയി. ബാക്കി ഇവിടെ 10 ആയി ബാലൻസ്. പിന്നെ നമുക്കുണ്ടാവുക ഈ ഒരു 3 റോയും 3 കോളവുമാണ്. അതെങ്ങനെ വരികയെന്ന് നോക്കാം. ആ 3 റോയും 3 കോളം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അതായത് വീണ്ടും പെനാൽറ്റി കാണുക, ഹയസ്റ്റ് പെനാൽറ്റി എടുക്കുക, ഹയസ്റ്റ് പെനാൽറ്റിയിൽ നേരെയുള്ള ലീസ്റ്റ് കോസ്റ്റ് എടുക്കുക, പിന്നെ അതിലുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാക്സിമം വാല്യൂ അലൊക്കേഷൻ ചെയ്യുന്നത് വാല്യൂ കൊടുക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവിടെയും തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇവിടെ അലൊക്കേഷൻ പെനാൽറ്റി കണ്ടില്ല, പേപ്പർ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്.
അപ്പോൾ ആ പെനാൽറ്റികളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം കറക്റ്റാണ്. പിന്നെ അടുത്തത് വരുന്നത് 3 തന്നെയാണ് മാക്സിമം പെനാൽറ്റി വരുന്നത്. നേരെയുള്ളത് 9 ലീസ്റ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് നോക്കി ഇവിടെ 10, ഇവിടെ 16 പറ്റി ചെറുത് 10 ആയതുകൊണ്ട് ഇവിടെ 10 കിട്ടിയതാണ്. ഈ റോയാണ് പോവുക. ഇവിടെ 6 വരും. അത് വീണ്ടും എഴുതുക. അതായത് ഈ മൂന്ന് കോളവും ഈ 2 റോയും വീണ്ടും എഴുതുക. വീണ്ടും ഇതേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, അവസാനിക്കുന്നത് വരെ ചെയ്യുക. ലാസ്റ്റത്തെ ഇങ്ങനെ കിട്ടി. 31 ഇവിടെ 20. അതായത് 29, 31 ആണ് വരുന്നത്. അപ്പോൾ മാക്സിമം 29 പോകുള്ളൂ. അവിടെ ബാക്കി ബാലൻസ് 2 ഉണ്ടാവും. ആ 2 ആണ് മുകളിലെ 11 അവിടെ വന്ന് പോകണം. അതോടുകൂടി നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇതുവരെ കട്ട് ചെയ്ത എല്ലാ ഭാഗം കൂടി കൂട്ടിച്ചേർത്ത് വീണ്ടും ഒരു ടേബിളാക്കി വെക്കലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതുവരെ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും കൂടി വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. നിങ്ങൾക്ക് അറിയുന്ന അതേ രീതി തന്നെയാണ്. പിന്നെ ഇതിൽ അലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ M+N -1. M+ എന്ന് പറയുമ്പോൾ റോയുടെ എണ്ണം കോളത്തിൻ്റെ എണ്ണം കൂടി കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്യുക. ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. M+ എന്ന് പറയുമ്പോൾ റോ 3 കോളം 4. സോ 4 + 3 7 - 1 6 ആണ്. 6 അലൊക്കേഷൻ ഉണ്ടോ നോക്കുക. 1 2 3 4 5 6 6 അലൊക്കേഷൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ 18 × 8 2 × 11 + 9 × 10 + 30 × 6 + 6 × 8 + 29 × 12. ആൻസർ 832 റുപ്പീസാണ് വരുന്നത്. അത് കറക്റ്റാണോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിക്കുക. ഒരു ഫസ്റ്റത്തത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഒരേ പെനാൽറ്റിയാണ്, ഒരേ രീതി തന്നെയാണ് പെനാൽറ്റി കാണാനുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻസ് നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അൽഗോരിതവും ഒരു പ്രോബ്ലം കൂടി അടുത്ത ക്ലാസ്സിൽ തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.